കഥ അച്ഛൻ എന്ന സ്വപ്നം ഭാഗം 64 രചന ശാലിനി എ. അതുവരെയുള്ളതെല്ലാം സത്യമായിരുന്നെങ്കിലും കാർത്തി പറഞ്ഞ അവസാന വാക്കുകൾ അതവളിൽ ഒരു നടുക്കം സൃഷ്ടിച്ചു. ദേവദത്ത് ഒരു കല്യാണ നാടകം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അത് ചിലങ്കയാണെന്ന് അവൾ പ്രതീക്ഷിച്ചില്ല. കേട്ടത് വിശ്വസിക്കാനാകാതെ അവൾ കാർത്തിയുടെ മുഖത്തേക്ക് തറച്ചു നോക്കി. ബാലചന്ദ്രൻ കോപം കൊണ്ട് അടിമുടി വിറച്ചു. കാർത്തി പറയുന്നത് തള്ളാനും കൊള്ളാനും പറ്റാത്ത അവസ്ഥയിലായി അയാൾ. തൻ്റെ മകൾ അങ്ങനെ ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കാമായിരുന്നു. അവളുടെ ബാഗിൽ ഇത്രയധികം ഡ്രസ്സുകളും സ്വർണവും പൈസയും കണ്ടില്ലായിരുന്നു എങ്കിൽ. അയാൾ സരികയുടെ നേർക്ക് നടന്നു. അച്ഛൻ തൻ്റെ നേർക്ക് വരുന്നത് കണ്ടതും സരിക ഭീതിയോടെ തലതാഴ്ത്തി നിന്നു. സരിക, ഞാനിന്നുവരെ സത്യസന്ധതയോട് കൂടി മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അന്തസ്സോടെ തന്നെയാണ് ഞാൻ കുടുംബം പുലർത്തിയത്. ആരുടെയും കക്കാനോ കവരാനോ പോയിട്ടില്ല. ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി പോലും ഞാൻ ആരുടെയും മുന്നിൽ കൈനീട്ടിയിട്ടില്ല. ആർഭാടമില്ലെങ്കിലും അന്നത്തെ അന്നത്തിനും വസ്ത്രത്തിനും ഞാൻ നിനക്ക് മുട്ടുവരുത്തിയിട്ടുണ്ടോ? എന്നെക്കൊണ്ട് കഴിയുന്ന തരത്തിൽ നിൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തന്നിട്ടില്ലേ? ഒരച്ഛനെന്ന നിലയിൽ ഞാൻ പരാജയമല്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് നീ മറുപടി പറഞ്ഞിരിക്കണം. ഇയാൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? നിൻ്റെ നാവിൽ നിന്നും എനിക്കതറിയണം. ഒട്ടും ഗൗരവമില്ലാതെ ശാന്തമായ സ്വരത്തിൽ അയാളത് ചോദിക്കുമ്പോൾ ആ ശാന്തതയ്ക്ക് പിന്നിൽ ഒരു കൊടുങ്കാറ്റ് ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് അറിയാവുന്ന സരിക മൗനം പാലിച്ചു. ആ മൗനം അയാളിൽ തീർത്തത് വല്ലാത്തൊരു ഹൃദയനൊമ്പരമായിരുന്നു. തൻ്റെ മകൾ തെറ്റ് ചെയ്തെന്നുള്ള തിരിച്ചറിവായിരുന്നു. ഞാൻ ചോദിച്ചതിന് മറുപടി പറയുന്നുണ്ടോ നീ? ഇയാൾ ഇപ്പോൾ പറഞ്ഞതെല്ലാം ശരിയാണോ എന്ന് ചോദിക്കുകയല്ലായിരുന്നു, അയാൾ അലറുകയായിരുന്നു. അച്ഛാ, ഞാൻ ആണോ അല്ലയോ? അതിനുള്ള ഉത്തരമാണ് എനിക്ക് ആദ്യം കിട്ടേണ്ടത്. അതെ. പറഞ്ഞു തീർന്നില്ല. കൈ നിവർത്തി ചെവിക്കല്ല് നോക്കി ഒരൊറ്റ അടിയായിരുന്നു. വളയം പിടിച്ച് താമ്പ് മാത്രമായിരുന്നില്ല, പറമ്പിൽ തൂമ്പ പിടിച്ചും തഴമ്പും അയാളുടെ കൈകൾക്കുണ്ടായിരുന്നു. അടിയുടെ ആഘാതത്തിൽ വട്ടം കറങ്ങി താഴെ വീണുപോയി സരിക. ചെവിയിൽ നിന്നും പുക പോകുന്നത് പോലെ ഒരു മൂളൽ. അയാൾ വലിച്ചുയർത്തി അവളെ സ്റ്റെയർ കേസിനോട് ചേർത്ത് നിർത്തി. നാടകം കളിക്കുമ്പോൾ ഇപ്പുറത്ത് സ്വന്തം കൂട്ടുകാരിയായിരുന്നു എന്ന് നീ ഓർത്തില്ലേ? സ്വന്തം ജീവിതം പടുത്തുയർത്താൻ വേണ്ടി ആരുടെയും ജീവിതം തകർക്കാനുള്ള മനസ്സ് നിനക്ക് എവിടെ നിന്ന് കിട്ടി? ആര് പഠിപ്പിച്ചു തന്നു? അച്ഛാ, പൊറുക്കച്ഛാ, ഞാൻ ഒരാളെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് സത്യ. അയാളോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിച്ചതും സത്യ. നേർവഴിക്ക് വിവാഹം നടക്കില്ലെന്ന് എനിക്കറിയാം. ദത്തേട്ടൻ്റെ അച്ഛനും അമ്മയും ഈ ബന്ധം അംഗീകരിച്ചു തരില്ല. അവരുടെ സമ്മതമില്ലാതെ തന്നെ ദത്തേട്ടനെ കൈപിടിച്ചു കൊടുക്കാൻ അച്ഛൻ തയ്യാറാവില്ല എന്ന് എനിക്കറിയാമായിരുന്നു. കല്യാണം നടക്കാൻ ഇതേ മാർഗമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാനും അത് അനുസരിച്ചു. കണ്ണീരോടെ സരിക വിവരിക്കുകയാണ്. അതുകൊണ്ട് കൂട്ടുകാരിയെ ചതിക്കാൻ നീ അവന് കൂട്ടുനിന്നു അല്ലേ? അതുമാത്രം ശരിയല്ല അച്ഛാ. ചിലങ്കയുമായിട്ടാണ് കല്യാണം ഉറപ്പിച്ചത് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് ഇനിയും നീ പറയുന്നത് ഞാൻ വിശ്വസിക്കണമല്ലേ? വിശ്വാസയോഗ്യമായ വാക്കുകളാണോ നീ ഇപ്പോൾ പറഞ്ഞത്? ഒരു കൂട്ടുകാരി, അതും ആത്മാർത്ഥ കൂട്ടുകാരി എന്ന് വേണമെങ്കിൽ പറയാം. 2 വർഷം ഒരേ റൂമിൽ കഴിഞ്ഞവർ. അങ്ങനെയൊരു കൂട്ടുകാരിയുടെ കല്യാണം ഉറപ്പിക്കുമ്പോൾ മുതൽ അവർ പരസ്പരം വിവരങ്ങളെല്ലാം ഷെയർ ചെയ്യുമെന്ന് എനിക്കറിയാം. അതിൽ ഒരിക്കലും നീ ഇപ്പോൾ പറഞ്ഞ ദേവദത്ത് എന്ന പേര് ഉൾക്കൊണ്ടിട്ടില്ല. കൂട്ടുകാരിയുടെ കല്യാണ ക്ഷണക്കത്ത് നിനക്ക് അവൾ അയച്ചു തന്നിട്ടില്ല. നീ പറയുന്നതെല്ലാം വെള്ളം തൊടാതെ വീങ്ങാൻ ഞാൻ അത്ര മണ്ടനൊന്നുമല്ല. അയാളുടെ മിഴികൾ ആളിക്കത്തിയത് മുഴുവൻ സ്വന്തം മകളുടെ പകയായിരുന്നു. അച്ഛാ, എക്സാം കഴിഞ്ഞ് ഞങ്ങൾ പോരുന്നത് വരെ അവളുടെ കല്യാണം തീരുമാനിച്ചിട്ടില്ലായിരുന്നു. ആ സമയത്തെല്ലാം ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. ദത്തേട്ടൻ്റെ വീട്ടുകാർ വന്ന് പ്രശ്നമുണ്ടാക്കുമോ, അച്ഛനെ ഉപദ്രവിക്കുമോ എന്നെല്ലാം ഞാൻ ഭയന്നിരുന്നു. കോളേജിൽ നിന്നും മടങ്ങി വന്ന് 4-5 ദിവസങ്ങൾക്ക് ശേഷം ചിലങ്ക കല്യാണം ഉറപ്പിച്ചു എന്ന് മെസ്സേജ് ഇടുമ്പോൾ അവൾ പറയുന്നതെല്ലാം മൂളിക്കേൾക്കുക എന്നല്ലാതെ തിരിച്ചു ഒന്നും പറയാൻ പറ്റുന്ന മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. അവളിട്ട് തന്ന ഇൻവിറ്റേഷൻ കാർഡിൻ്റെ ഫോട്ടോ പോലും ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. സത്യമായും ദത്തേട്ടൻ കല്യാണം ഉറപ്പിച്ചു വെച്ച പെൺകുട്ടി ചിലങ്കയാണെന്ന് എനിക്ക് അറിയില്ല. സത്യമായും എനിക്കറിയില്ല. കാർത്തിയേട്ടൻ വിശ്വസിക്കണം, ഞാൻ അറിഞ്ഞുകൊണ്ട് അവളെ ചതിക്കാൻ നിന്നിട്ടില്ല. സരിക കാർത്തിയുടെ നേർക്ക് കൈകൾ കൂപ്പിക്കൊണ്ടാണ്
അവസാന വാക്കുകൾ പറഞ്ഞത്. ചിലങ്ക അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടി, അങ്ങനെയൊന്നും നിനക്ക് ഉറപ്പാണല്ലോ. വിവാഹ നാടകം നടത്തണമെന്ന് അവൻ നിന്നോട് പറഞ്ഞതല്ലേ നീ ഇപ്പോൾ പറഞ്ഞത്? ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തും കൊണ്ട് വേണമായിരുന്നോ നിനക്ക് നിൻ്റെ ജീവിതം കെട്ടിപ്പടുക്കാൻ? ബാലചന്ദ്രൻ പറഞ്ഞിട്ടും ദേഷ്യം തീരുന്നില്ല. അയാൾ അവളെ കൈകൊണ്ട് തന്നെ തലങ്ങും വിലങ്ങും തല്ലി. സീത നിന്നിടത്തു നിന്നും അനങ്ങിയതേയില്ല. ഇങ്ങനെയൊരു അക്രമം മകൾ കാണിച്ചു വയ്ക്കുമെന്ന് അവൾ ഉറങ്ങുന്ന ഉറക്കത്തിൽ പോലും കരുതിയതല്ല. കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, അതോടെ വിഷം വാങ്ങി കഴിച്ച് ഞങ്ങൾക്കും മരിക്കാലോ. ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതിൽ നല്ലത് മരണമാണെന്ന് മാത്രം ചിന്തിച്ചു സീത. നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ തല്ലാം കൊല്ലാം, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ ജന്മം മുഴുവൻ കാത്തിരുന്നാലും ദത്തനെ നിങ്ങളുടെ മകൾക്ക് ഭർത്താവായി ലഭിക്കില്ല. ഞാൻ നടത്തിയില്ല. മറ്റന്നാളത്തെ ദിവസം അവനെ കൊണ്ട് ചില്ലുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല ഞാനത് ചെയ്യാത്തത്. അവനിനി മുതൽ സന്തോഷത്തോടെ ഒരു ദിവസം പോലും ജീവിക്കാൻ പാടില്ല. ചിലങ്കയും സരികയും എന്നല്ല, ഭൂമിയിൽ ഒരു പെണ്ണും അവൻ്റെ ഭാര്യയായിരിക്കില്ല. അല്ല, ഭാര്യയായിരുന്നിട്ടൊരു കാര്യവും ഉണ്ടാവില്ല. അത്തരത്തിലുള്ള പണിയാണ് ഇനി അവൻ നേരിടാൻ പോകുന്നത്. പലവട്ടം ഞാൻ അവന് വാണിയും കൊടുത്തു. മര്യാദയ്ക്ക് പിൻവാങ്ങിയിരുന്നെങ്കിൽ ഇവളുമായുള്ള കല്യാണം ഞാൻ തന്നെ മുന്നിട്ട് നടത്തി കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അവൻ്റെ കല്യാണം മാത്രമല്ല, അവൻ്റെ ലക്ഷ്യം എൻ്റെ കുട്ടിയെ ചതിക്കണം, അവളുടെ മുഖത്ത് ചളിവാരി തേക്കണം. എൻ്റെ വീട്ടിൽ കയറി കളിക്കാൻ വന്നവനെ വെറുതെ അങ്ങ് വിടാൻ കാർത്തിക് മഹാദേവന് വെറും പൊട്ടനല്ല. അപ്പോൾ പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ. നിനക്ക് അവൻ തന്ന മതിയെങ്കിൽ നിൻ്റെ അച്ഛനെയും അമ്മയും ഞാനിങ്ങെടുക്കും. അത്രയും പറഞ്ഞുകൊണ്ട് കാർത്തി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. സരിക ഓടിപ്പോയി ബാലചന്ദ്രൻ്റെ കാൽക്കൽ വീണു. എന്നോട് ക്ഷമിക്കച്ച, എനിക്ക് ദത്തേട്ടനെ വേണ്ട. എനിക്ക് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജീവിച്ചാൽ മതി. ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ലച്ച. പൊറുക്കച്ച. അവൾ ആ കാലിൽ കെട്ടിപ്പിടിച്ചും കൊണ്ട് കാൽപാദത്തിൽ തലയിട്ടുരുട്ടി. സീതയുടെ നിലവിളി കേട്ട് സരിക തല ഉയർത്തുമ്പോഴേക്കും ബാലചന്ദ്രൻ താഴോട്ട് വീണു കഴിഞ്ഞിരുന്നു. ഒരു സെക്കൻഡ് വേഗതയിൽ തന്നെ അവൾ മനസ്സിലായി അച്ഛന് ഹൃദയ സംബന്ധമായ എന്തോ തകരാറ് വന്നിട്ടുണ്ടെന്ന്. അമ്മേ, ഹോസ്പിറ്റലിൽ വിളിച്ച് വേഗം ആംബുലൻസ് പറയമ്മേ. സീത ആംബുലൻസ് വിളിക്കാൻ ഓടിയതും സരിക അച്ഛൻ്റെ നെഞ്ചിൽ കൈവച്ച് നോക്കി. ഉടൻ തന്നെ അവൾ അയാളുടെ നെഞ്ചിന് നടുക്കായി ഇടത് കൈയിന്മേൽ വലതു കൈ വെച്ച് ശക്തിയായി അമർത്താൻ തുടങ്ങി. ഇടയ്ക്ക് നിർത്തി ചൂണ്ടുവിരൽ മൂക്കിൻ്റെ അറ്റത്ത് കൊണ്ടുവച്ച് ശ്വാസം വരുന്നുണ്ടോ എന്ന് നോക്കും. പിന്നെയും അതുതന്നെ ആവർത്തിക്കും. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആംബുലൻസ് എത്തി. അകത്ത് ചിതറിക്കിടക്കുന്ന ഡ്രസ്സുകളോ സ്വർണമോ എടുത്തു വയ്ക്കാതെ പണവും ഫോണും മാത്രം കയ്യിലെടുത്തും കൊണ്ട് അവർ വീടും പൂട്ടി ബാലചന്ദ്രനോടൊപ്പം ആംബുലൻസിൽ കയറി. ശരിക്കും താൻ CPR കൊടുത്തത് കൊണ്ടാണ് തൻ്റെ അച്ഛൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയതെന്നറിഞ്ഞ നിമിഷം സരിക സകല ദൈവങ്ങളോടും നന്ദി പറഞ്ഞു. അപ്പോഴാണ് ചിലങ്കയുടെ മെസ്സേജ് നോക്കാൻ സരികയ്ക്ക് തോന്നിയത്. അതിൽ വരൻ്റെ പേര് കണ്ടതും അവൾ ഹൃദയം മുറിഞ്ഞ് കരഞ്ഞു. അതോടെ അവൾ ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു. രാത്രി 8 മണിക്ക് ശേഷമാണ് നദിയോടൊപ്പം ബദ്രി തിരിച്ചെത്തിയത്. അപ്പോഴേക്കും വീട്ടിൽ മുഴുവൻ ബന്ധുക്കൾ നിറഞ്ഞിരുന്നു. ആരെയും ശ്രദ്ധിക്കാതെ നദി ചിലങ്കയുടെ റൂമിലേക്ക് കയറി. തിളങ്ങുന്ന ലഹങ്ക ഒക്കെ ഇട്ട് ബന്ധുക്കളുടെ ഇടയിൽ നിൽക്കുന്ന ചിലങ്കയെപ്പോലും അവൾ ശ്രദ്ധിച്ചില്ല. ബദ്രി നേരെ അച്ഛൻ്റെ അരികിലേക്ക് ചെന്നു. മോൾ എവിടെ ബദ്രി? അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ബദ്രി വിളിച്ചു പറഞ്ഞതിനാൽ എല്ലാ കാര്യങ്ങളും അയാൾ അറിഞ്ഞിരുന്നു. ഒരുവിധം ഞാൻ അവളെ സമാധാനിപ്പിച്ചിട്ടുണ്ട്. ഇന്നും നാളെയും നമ്മളവളെ ശ്രദ്ധിക്കേണ്ട. അവളുടെ അടുത്തു നിന്നും തെറ്റായ ഒരു പ്രവൃത്തിയും ഉണ്ടാവില്ല. എന്നാൽ നാളെ രാത്രി മുതൽ അവളെ നമ്മൾ നിരീക്ഷിച്ചേ മതിയാകും. ജീവിതം പോലും അടുത്ത് മരിക്കണമെന്ന ചിന്തയിൽ മനസ്സിൽ നിറച്ചു നടക്കുകയാണ് അവളിപ്പോൾ. ചില്ലുവിനെ കരുതി മാത്രം ഇന്നും നാളെയും അവൾ ഒന്നും ചിന്തിക്കില്ലെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. നീ പൊയ്ക്കോ, അവളുടെ മേൽ എപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കണം. ബദ്രി തിരിഞ്ഞു പോയതും അയാൾ കുറച്ചു നേരം ആലോചനയിൽ മുഴുകി. എന്തു ചെയ്യണമെന്ന് അയാൾക്കൊരു രൂപവുമില്ലായിരുന്നു. എന്തെങ്കിലും ചെയ്തേ തീരൂ എന്നയാളുടെ മനസ്സ് മന്ത്രിക്കുന്നുണ്ട്. വരട്ടെ, നാളത്തെ കല്യാണത്തിന് ഒന്ന് കഴിയട്ടെ. റൂമിലെത്തി ബദ്രി കാർത്തിയെ ഫോണിൽ വിളിച്ചു. അവൻ്റെ ഫോണിന് ഒരു പ്രതികരണവുമില്ല. എവിടെ പോയാലെന്താ, ഇവനെന്തിനാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുന്നത്? ഒരാവശ്യത്തിന് വിളിക്കാനുള്ളതല്ലേ ഫോൺ, അല്ലാതെ അലങ്കാരത്തിന് കൊണ്ട് നടക്കാനുള്ളതല്ലല്ലോ. ബദ്രി കുളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് ഭംഗിയുള്ള ഒരു
ലാച്ചയൊക്കെ ഇട്ട് ചിലങ്കയുടെ ഒപ്പം ചിരിച്ചും കൊണ്ട് നിൽക്കുന്ന നദിയെയാണ്. ചില്ലിച്ചേച്ചിക്ക് വേണ്ടി ഞാൻ ഇന്നും നാളെയും എൻ്റെ ദുഃഖങ്ങൾ മറക്കും. പാർക്കിലെ സിമൻറ്റ് ബെഞ്ചിലിരുന്ന് തന്നോട് പറഞ്ഞ വാക്കുകളാണത്. കുറച്ച് മാറി നിന്നുകൊണ്ട് അവൻ അവളെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. രാത്രി വളരെ വൈകിയാണ് എല്ലാവരും ഉറങ്ങാൻ കിടന്നത്. ചില്ലുവിൻ്റെയും നദിയുടെയും കൂടെയാണ് നന്ദ കിടന്നത്. ചിലങ്ക ഇടയ്ക്കിടെ മൊബൈലെടുത്ത് നോക്കുന്നുണ്ടെങ്കിലും നിരാശ മാത്രമായിരുന്നു ഫലം. ചിരിക്കുന്നുണ്ടെങ്കിലും നിൻ്റെ മുഖത്ത് തീരെ സന്തോഷമില്ലല്ലോ ചിലങ്ക, എന്തു പറ്റി? ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നതാ. നന്ദ ചിലങ്കയോട് ചോദിക്കുമ്പോൾ നദിയും ചിലങ്കയുടെ നേർക്ക് നോക്കി. എനിക്കറിയില്ല നന്ദ, രാവിലെ 10 മണിക്ക് ശേഷം ദത്തേട്ടൻ എന്നെ വിളിച്ചിട്ടില്ല. ഈ നേരം കൊണ്ട് ഞാൻ എത്ര തവണ മെസ്സേജ് അയച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല. വിളിക്കുമ്പോഴാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫും. എന്തിനാണ് ഇങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ച് എന്നെ പേടിപ്പെടുത്തുന്നത്? നാളെയാണ് കല്യാണമെന്ന് അങ്ങേര് മറന്നുപോയോ? ചിലങ്കയുടെ മുഖത്ത് സങ്കടം നിറഞ്ഞു. അത് ചിലപ്പോൾ നിന്നെ പറ്റിക്കാൻ വേണ്ടിയാവും ചില്ലോ. നാളെ മണ്ഡപത്തിൽ വന്ന് നിന്നെ ഞെട്ടിക്കാൻ. ഇങ്ങനെ ഞെട്ടിച്ചാൽ ഞാൻ ആദ്യമെടുത്ത് ചാവില്ലേ? നീ വേണ്ടാത്തതൊന്നും ചിന്തിച്ച് ടെൻഷനാവാതെ കിടന്നുറങ്ങാൻ നോക്ക്. ഇപ്പോൾ തന്നെ സമയം 12 ആവാറായി. 4 മണിക്ക് ബ്യൂട്ടീഷ്യൻ എത്തുമെന്ന് പറഞ്ഞത് മറക്കണ്ട. ഉറങ്ങാതെ മേക്കപ്പും പെയ്തും വെച്ച് മണ്ഡപത്തിൽ കയറി നിന്നാൽ ഒരു ഭംഗിയും ഉണ്ടാകില്ല നിന്നെ കാണാൻ. ചിലങ്കയുടെ ഫോൺ എടുത്ത് മാറ്റി വെച്ചിട്ടാണ് നന്ദ അവളുടെ അടുത്തേക്ക് കിടന്നത്. ഉള്ളു മുഴുവൻ ഉഷ്ണം നിറഞ്ഞു നിൽക്കുന്നതിനാൽ നദിക്ക് ഒരു പോള കണ്ണടയ്ക്കാൻ കഴിഞ്ഞില്ല. ജനലിനരികിൽ നിന്ന് തന്നെ അവൾ 4 മണിയാക്കി. ബ്യൂട്ടീഷ്യൻ വരുമ്പോഴേക്കും നദി തന്നെ ചിലങ്കയെ കുളിക്കാൻ പറഞ്ഞയച്ചിരുന്നു. നല്ല ഭംഗിയുള്ള സാരിയാണ് നദി ഉടുത്തത്. ഒരുങ്ങാൻ അവൾ ബ്യൂട്ടീഷ്യൻ്റെ സഹായമൊന്നും തേടിയില്ല. ഒരാവശ്യവുമില്ലെങ്കിൽ ബദരിയും സിൽക്ക് ജുബയും കസവും മുണ്ടും ചന്ദനക്കുറിയും വരച്ച് സുന്ദരനായിട്ടാണ് മണ്ഡപത്തിലെത്തിയത്. 9 മണി കഴിഞ്ഞപ്പോൾ ചിലങ്കയും നദിയും നന്ദയും ഒരു കാറിൽ മണ്ഡപത്തിൽ വന്നിറങ്ങി. ബദരിയുടെ മിഴികൾ നദി മാത്രം നിറഞ്ഞു നിന്നു. അത്രമേൽ സുന്ദരിയായിരുന്നു അവളപ്പോൾ. അവരകത്തേക്ക് പോയതും ബദരി കാർത്തിയെ വിളിച്ചു നോക്കി. പതിവിന് വിപരീതമായി അവൻ്റെ ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം ബദരി കേട്ടു. എന്താടാ? കുറച്ച് ഖനപ്പെട്ട സ്വരം. ഫോൺ ഓഫാക്കിയിട്ട് നീ എവിടെയാടാ പോയി കിടന്നിരുന്നത്? ബദ്രിക്ക് ദേഷ്യം വന്നു. നിന്റെ അച്ഛൻ സത്യപ്രതാപൻ എവിടെ? നന്നായി ഒരുങ്ങിക്കെട്ടി വന്ന് നിൽക്കാൻ പറ. ഏതാനും നിമിഷങ്ങൾക്കകം ക്ഷണിച്ചു വരുത്തിയവരുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കാനുള്ളതല്ലേ. അയാൾ ഒരുത്തൻ നന്നായിരുന്നെങ്കിൽ ഈ കല്യാണ മണ്ഡപം വരെ എത്തില്ലായിരുന്നു. ചില്ലുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവളുടെ മനസ്സിൽ മോഹങ്ങൾ നിറയില്ലായിരുന്നു. ഇന്ന് തകർന്നടിയുന്നത് സ്വന്തം മകളുടെ ജീവിതം കൂടിയാണെന്ന് അയാൾ മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചോ വരാൻ പോകുന്ന സമയത്തെ അതിജീവിക്കാൻ. അത്രയും പറഞ്ഞുകൊണ്ട് കാർത്തി ഫോൺ വയ്ക്കുമ്പോൾ തിരിച്ചു പറയാൻ കരുതി വെച്ചതൊന്നും പറയാൻ കഴിവില്ലാത്തവനെ പോലെ നിന്നുപോയി ബദരി. തുടരും കഥയുടെ അടുത്ത ഭാഗം.